ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. ഈ മുഹമ്മദ് റൈസി എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ പ്രസിഡന്റ് ദുരൂഹ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണുകൾ മൊസാദിലേക്കാണ് പോയത്. ഒരുപാട് കോൺസ്പിറസി തിയറികൾ ആ സമയത്ത് ഇറങ്ങുകയും ചെയ്തു. ഇതിന് പിന്നിൽ മൊസാദാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ വൈദഗ്ധ്യം നേടിയിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു കോൺസ്പിറസി തിയറികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആ കോൺസ്പിറസി തിയറികൾക്ക് മറ്റൊരു അന്ത്യം വന്നിരിക്കുകയാണ്. ഇറാൻ സ്വാഭാവികമായിട്ട് വന്ന് പറഞ്ഞത് നാണക്കേട് ഭയന്നുകൊണ്ടാണ്. അത് വേറെ കാര്യം. കാരണം സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തെ ആൾക്കാർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ജനങ്ങൾ ഒന്നാകെ ഇളകും, ഭരണകൂടം വലിയ രീതിയിൽ അസ്ഥിരപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മുന്നിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിന് തകരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് റൈസി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അസർബൈജാനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം 12 ദിവസം നീണ്ടു നിന്നു. പിന്നീട് പെട്ടെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഈ വിഷയം ഉയർന്നു വന്നു. ആ ഹെലികോപ്റ്റർ അപകടത്തിൽ റൈസിയും ചില മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും 2024 മെയ് 19 കൊല്ലപ്പെട്ടത്. റൈസിയും അദ്ദേഹത്തോടുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരും അസർബൈജാനുമായുള്ള വനപ്രദേശവും പർവ്വത പ്രദേശവുമായ അതിർത്തിയിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് മടങ്ങുമ്പോൾ അവരെ വഹിച്ചുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് തകർന്നു വീണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന സകല ആൾക്കാരും മരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ദുരന്തം ഓർമ്മ വന്നു. വടക്കൻ പടിഞ്ഞാറൻ ട്രാൻസ് കൊക്കേഷ്യൻ രാജ്യമായിട്ടുള്ള അസർബൈജാനെയാണ് ദുരന്തത്തിന് ഇറാൻ നേരിട്ട് കുറ്റപ്പെടുത്തിയത്. ഇസ്രായേലി ചാര ഏജൻസിയായിട്ടുള്ള മൊസാദിൻ്റെ സഹായത്തോടെ അസർബൈജാൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ്റെ അയൽ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അസർബൈജാൻ്റെ സഹായത്തോടെ ഇസ്രായേൽ തങ്ങളുടെ ഡ്രോണുകൾ ഇറാനിയൻ അതിർത്തി കടന്ന് ഇറാനിലേക്ക് അയക്കുന്നുവെന്ന് മുതിർന്ന ഇറാനിയൻ നയതന്ത്രജ്ഞൻ മെഹദി സോബാനി ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സോബാനി നിലവിൽ അർമേനിയയിലെ ഇറാൻ്റെ അംബാസഡറാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അസർബൈജാനും അർമേനിയയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ആ ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയ ഞെട്ടിക്കുന്ന പ്രസ്താവനകളിൽ ഇസ്രായേലിൻ്റെ ഓരോ നീക്കത്തെക്കുറിച്ചും ഇറാന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് സോബാനി പറയുന്നത്. പോരാത്തതിന് സ്വന്തം രാജ്യത്ത് കൂടുതൽ തിരച്ചിൽ നടത്തണമെന്നും ഇറാൻ അസർബൈജാനോട് ആ സമയത്ത് അഭ്യർത്ഥിച്ചിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പസാക്കിസ്ഥാൻ അസർബൈജാനി പ്രസിഡന്റുമായി ഇത് സംബന്ധിച്ച് ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇസ്രായേലിൽ ചില മിനി UAVകൾ, അതായത് ആളില്ലാത്ത ആകാശവാഹന ഡ്രോണുകൾ ഇറാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2024 മെയ് 19 നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ വിഷയം ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂൺ 26 നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അത് പരാമർശിച്ചത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ഇറാനിയൻ TVയിലും മറ്റു മാധ്യമങ്ങളിലും ഇത് വലിയ രീതിയിൽ ചർച്ചയായി ഇപ്പോൾ ഉയർന്നു വരുന്നു. മോശം കാലാവസ്ഥ മൂലമാണ് ഹെലികോപ്റ്റർ തകർന്നതെന്നും ഗൂഢാലോചനയില്ലെന്നും ഇറാനിയൻ സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഈ ചോദ്യം ഉയർന്നു വരുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉത്തരം ലളിതമാണ്. ഇസ്രായേലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായും പറയേണ്ടത് ഇറാനിൽ ജനങ്ങൾ ഇറാൻ്റെ സർക്കാരിനെതിരാണ്. അപ്പോൾ തങ്ങളുടെ സർക്കാരിൻ്റെ കൂടെ നിൽക്കാൻ ഒരു ദേശീയ വികാരം ഉണർത്തിക്കൊണ്ടുവരാൻ സ്വന്തം പ്രസിഡന്റിനെ കൊന്നത് ഇസ്രായേലാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു, വെടിനിർത്തലായി, അതിനുശേഷം ജനങ്ങളെ മെരിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുള്ളത്. ആ ജനങ്ങളെ മെരിക്കാനായി ഒരു പൊതുശത്രുവിനെ അപ്പുറത്ത് നിർത്തുക, ഇസ്രായേലിനെ അപ്പുറത്ത് നിർത്തിയ ശേഷം രാജ്യത്തെ ദേശീയ വികാരം ഉണർത്തി വലിയ രീതിയിൽ ജനങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു രഹസ്യ അജണ്ടയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടം ജനങ്ങൾക്കിടയിലേക്ക് അവർ പോലും അറിയാതെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് നറേറ്റ് ചെയ്യാനുള്ള ഇറാൻ്റെ പദ്ധതി എന്നാണ് ലോകരാജ്യങ്ങൾ എല്ലാം നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.